കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ BJP പുറത്തേക്ക് പോയത്, കോൺഗ്രസിൽ ചേർന്നു. ഇപ്പോൾ ആ കൃഷ്ണകുമാറിനെതിരായിട്ടാണ് അപ്പോൾ ജനങ്ങളും വിധിയിരിക്കുന്നത്. എന്താ തോന്നുന്നു? ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പാർട്ടിയിൽ നിന്ന് BJP പുറത്ത് വന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. ആ പാർട്ടി നന്നാക്കാനുള്ള ബാധ്യതയൊന്നും എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ BJPയുടെ ഒരു ഡിബാക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അതൊരു പിഴവ് എന്ന് പറയാൻ പറ്റില്ല. ഈ കേരളത്തിൽ കുറേ കാലമായിട്ട് കേരളത്തിലെ BJPയെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. അത് K. സുരേന്ദ്രൻ, V. മുരളീധരൻ, കൃഷ്ണകുമാർ അടങ്ങുന്ന ഒരു കോക്കസാണ്. ആ കോക്കസിൻ്റെ കയ്യിലാണ് കേരളത്തിലെ BJP ഉള്ളത്. ഏകശിലാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും അടിമ മനോഭാവത്തോടുകൂടി ബാക്കിയുള്ളവർ അതനുസരിക്കുകയും ചെയ്യുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയായിട്ട് അത് മാറിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. സാധാരണ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ പൾസ് അറിയാനുള്ള ഒരു സംവിധാനവും അതിനകത്തില്ല. പാലക്കാട്ടെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട് വോട്ട് തേടാനുള്ള ശ്രമമുണ്ടായി. അതിന് CPMൻ്റെ സഹായം ഉണ്ടായി. BJPക്ക് പറയാൻ കഴിയാത്ത വർഗീയത CPMനെ കൊണ്ട് പറയിപ്പിച്ചു. CPMും BJPയും തമ്മിൽ അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അഴിമതി കേസുകൾ മറച്ചുവെക്കുന്ന കാര്യത്തിലായാലും പരസ്പരം സഹായിക്കുന്ന കാര്യത്തിലായാലും വർഗീയതയുടെ ഈ മൊത്തക്കച്ചവടത്തിലായാലും ഒക്കെ ഇവർ തമ്മിലുള്ള ആ ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2016 മോശമായ അവസ്ഥയിലേക്ക് BJP അത് ഈ കൃഷ്ണകുമാറിനെതിരായ ഒരു വിധേയത്വം കൂടി ഫീൽ ചെയ്യുന്നുണ്ടോ? പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ല BJP ഉദ്ദേശിക്കുന്നത്, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഒരിക്കലും സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു. അപ്പോൾ ജയമായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് മുന്നേ മറ്റാരും ജയിക്കേണ്ട എന്ന മറ്റ് ചില ഉദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സുരേന്ദ്രനും സംഘത്തിനും ഉണ്ടായിരുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുക്കാൻ ഏൽപ്പിച്ച ആളുകൾ മുഴുവൻ കോഴിക്കോട്ട് നിന്നുള്ള ആളുകൾ. വാസ്തവത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോഴിക്കോട്ടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഗ്രാഹ്യമുണ്ടായിരുന്നത് പാലക്കാട്ടെ BJP ലീഡർഷിപ്പിനാണ്. ആ ലോക്കൽ ലീഡർഷിപ്പിനെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തു. അവരെയൊന്നും വിശ്വാസത്തിലെടുക്കാതെ അവരെയൊക്കെ ഒരു അവിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തി. ഇപ്പോൾ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മെമ്പർഷിപ്പിൻ്റെ ചാർജ് കൊടുത്തു, മാറ്റി നിർത്തി. മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് അദ്ദേഹം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ടാകാൻ പാടില്ല എന്ന ഒരു ധാരണയോട് കൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തി, കൗൺസിലർമാരെ മാറ്റി നിർത്തി. ഇനിയിപ്പോൾ സന്ദീപ് കോൺഗ്രസ് നേതാവാണ്. എന്താണ് ഇനി കോൺഗ്രസിൽ ഏത് തരത്തിലേക്ക് സന്ദീപ് രംഗത്ത് വരിക? അല്ല, ഞാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന, കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന, മതനിരപേക്ഷതയിലും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, കോൺഗ്രസിനൊപ്പം ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിനോടൊപ്പം അണിചേരുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും കടമ. അതനുസരിച്ച് കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും. സന്ദീപ് കോൺഗ്രസ്സുകാരനെ തന്നെ തുടരും. പക്ഷേ കൃഷ്ണകുമാറിനെതിരായ വികാരമാണ് പാലക്കാട്ടെ ജനവിധി എന്നാണ് അദ്ദേഹം പറയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.